എന്താ വേദ ഇവിടെ ഇരിക്കുന്നത്? വേദ കിടന്നില്ലായിരുന്നോ? എന്താ ഇവിടെ ഇരുട്ടത്ത് വന്നിരിക്കുന്നത്? വേദ എന്ത് പറ്റി? എന്തിനാ ഇവിടെ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്? ഒന്നുമില്ല ശ്രീചേട്ടത്തെ. രാത്രി ഇരുട്ടത്ത് തനിച്ചിരിക്കേ? അതെ വിക്രം, എന്തോ ഒരു പ്രശ്നം വേദയ്ക്കുണ്ട്. നമ്മളോട് അവളത് പറയാത്തതാ. അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ശരിയെടുത്ത് ഞാൻ ഇറങ്ങാം. ചേട്ടാ പോവും. സാറ് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വാ ഇരിക്കെ. എന്തായി തീരുമാനം? കൂടുതൽ വിശദാംശങ്ങളൊന്നും വേണ്ട. തയ്യാറാണോ അല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്കറിയാൻ സമയമില്ല. ഞാൻ തയ്യാറാണ്. വിക്രമിന്റെ വീട് ഉപേക്ഷിച്ച് വരാൻ നീ തയ്യാറാണ് അല്ലേ? അതെ, പക്ഷെ ഒരു പോറൽ പോലും ഏൽക്കാതെ അച്ഛൻ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം. ശരി, പക്ഷെ ഒരു ഉറപ്പിന് വേണ്ടി ഒരു കാര്യം കൂടി നീ ചെയ്യേണ്ടി വരും. ഇത് നീയും വിക്രമും കൂടി ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന മ്യൂച്വൽ പെറ്റീഷൻ. അതിൽ നീ സൈൻ ചെയ്ത് എനിക്ക് തന്നേക്ക്. നീ വീട്ടിൽ വന്നതിന് ശേഷം അവന് ഞാൻ അയച്ചോളാം. ഇത് എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. നീ വലിയ മിടിക്കുകയാണെന്ന് എനിക്കറിയാം. ഒരിക്കലും ഇതേ ഓഫീസിൽ വെച്ച് ഒരു കാര്യം നീ എന്നോട് പറഞ്ഞിരുന്നു. നിനക്ക് ഈ സ്ഥാപനങ്ങളിലുള്ള അവകാശത്തിന്റെ അനുവാദ കണക്കും പറഞ്ഞ് വിക്രം എന്റെ കസേരയിൽ വന്ന് ഇരിക്കാൻ പോണില്ല എന്ന്. അപ്പോ അങ്ങനെ ഒരു സാധ്യത നിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൂടി ആദ്യമേ അങ്ങ് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഇതങ്ങ് സൈൻ ചെയ്യും കഴിഞ്ഞോ തൽക്കാലം. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്. നീ ഇതിൽ നിന്ന് പിന്മാറുന്ന ഏത് ഘട്ടത്തിലും അപകടം ഒപ്പം ഉണ്ടെന്ന് തോന്നലുണ്ടായാൽ മതി. തൽക്കാലം ഞാൻ അച്ഛനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അച്ഛൻ എപ്പോ വീട്ടിലെത്തും അത് പറയണം. പേടിക്കണ്ട, കുറച്ച് കൂടുതൽ ഉറങ്ങിയെന്നല്ലാതെ അയാൾക്ക് ഒരു കുഴപ്പമില്ല. ഒരു നല്ല മെഡിക്കൽ ടീം തന്നെ ഉണ്ട് അയാളെ നോക്കാൻ. രാവിലെ തന്നെ അങ്ങേര് വീട്ടിലെത്തിയിരിക്കും. ഏയ് ഒന്ന് എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ദിവസം എവിടേക്കാണ് പോവാറുള്ളതെന്ന് അറിഞ്ഞൂടെ? ഓ, ഓഫീസിൽ നിന്നായിരിക്കും അല്ലേ? അറിയാമെങ്കിൽ പിന്നെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? രാവിലെ ഇവിടെ നിന്ന് നേരെ ഓഫീസിലേക്കാണോ പോയത്? അതോ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ എവിടേക്കെങ്കിലും പോയിരുന്നോന്ന് അറിയാനാ? സ്പൈ ചെയ്യായിരുന്നു. നീ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുന്നത് സ്പൈ ചെയ്യുന്നതാണോ? എന്റെ സംശയം, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകും വരും. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. വേദ, നീ എന്തിനാ വെറുതെ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വരുന്നത്? ഞാൻ വഴക്കുണ്ടാക്കുന്നതല്ല, ഇമാതിരി ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചു പോകുന്നതാണ്. ചോദിക്കാനുള്ള അധികാര അവകാശവും എനിക്കുണ്ടെന്ന് കരുതുന്നുണ്ടാ ചോദിക്കുന്നത്? ആര് പറഞ്ഞു അങ്ങനെ ഒരു അവകാശം ഉണ്ടെന്ന്? ഞാൻ അനുവദിച്ചു തന്നിട്ടുണ്ടോ? നിനക്ക് എന്താ പ്രശ്നം? എന്തിനാ എന്തോ ഇങ്ങനെ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്നത്? ഉള്ളിൽ മറ്റൊന്ന് വെച്ച് പെരുമാറുന്നത് നിങ്ങളാണ്. ഇത്രയും കാലമായിട്ടും ശ്രീകാര്യം ശ്രീനിവാസന്റെ ഗുണ്ടാപ്പണി നിർത്താൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വേദ, അനാവശ്യം പറയരുത്. ഞാൻ അമ്മാതിരി കാര്യങ്ങൾക്കൊന്നും ഇപ്പൊ ഇറങ്ങി പുറപ്പെടാറില്ല. അത് കഴുത്തിൽ ഈ മാലയിട്ട് തന്നതുകൊണ്ടല്ലേ, അല്ലാതെ മനസ്സുകൊണ്ട് ഉറച്ച് ഒരു തീരുമാനം എടുത്തിട്ടല്ലല്ലോ. അഥവാ എടുത്താലും ശ്രീകാര്യം ശ്രീനിവാസന്റെ മുന്നിൽ ചെല്ലുന്നതോടെ നിങ്ങൾ അത് മറക്കും. അവിടെ അയാൾ ഉടമയും നിങ്ങൾ അടിമയുമാണല്ലോ. അനുസരിക്കുന്നത് ഉത്തരവാദിത്വവും കടമയുമാണെന്ന് വിശ്വസിക്കുന്ന ഒരടിമ. മതി, നിർത്ത. യാത്ര പോയി തിരിച്ചു വരുന്നത് വരെ നിനക്ക് ഈ തോന്നൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? ഈ വീട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം പഴയതുപോലെ അല്ലാത്തതുകൊണ്ട്. ഓഹോ, അപ്പോ അച്ഛനെ കാണാതെ പോയതിന്റെ ഉത്തരവാദി ശ്രീനി സാറാണെന്നോ? ചിന്തിക്കുന്നവർക്ക് അതിനുള്ള ദൃഷ്ടാന്തം ഉണ്ടാവും. നിൽക്ക്, നീ തിരിച്ചു പോകാൻ ഒരുങ്ങാണെന്ന് അറിഞ്ഞു. അതിനുള്ള അന്തരീക്ഷം ഒരുക്കലാണോ ഈ സ്വഭാവ മാറ്റം? എന്റെ വീട്ടിലേക്ക് എനിക്ക് എപ്പോ വേണമെങ്കിലും പോയിക്കൂടെ? അതിനെന്തിന് ഞാൻ അന്തരീക്ഷം ഒരുക്കണം? ഇത്രയും കാലം അതിന് മനസ്സിലായിരുന്നല്ലോ. നിന്റെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ പോകുമ്പോ പോലും തനിച്ചു പോവാതെ എന്നെ കൂടെ കൂട്ടുമായിരുന്നല്ലോ. എന്നിട്ടിപ്പോ നീ മടങ്ങി ചെല്ലുന്ന വിവരം നിന്റെ ചേട്ടൻ അവിടെ അനൗൺസ് ചെയ്തെന്ന് കേട്ടു. എപ്പോഴാ ചേട്ടനോട് പതിവില്ലാത്തൊരു സ്നേഹം തുടങ്ങിയത്? നീ ചോദിച്ചല്ലോ സ്പൈ ആയിരുന്നോന്ന്. അതെ, ആയിരുന്നു. ഒരു കാര്യമില്ലാതെ ശ്രീജയെടുത്ത് നിന്നോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നീ ദേഷ്യപ്പെട്ടു. നീ ഒഴിഞ്ഞു മാറി. എപ്പോഴും ഒറ്റയ്ക്കിരുന്നുള്ള ആലോചനയും ടെൻഷനും. അങ്ങനെ ഇരിക്കുമ്പോ എന്താ നിനക്ക് പറ്റിയെന്ന് അന്വേഷിക്കാൻ തന്നെയാ പിന്നാലെ വന്നത്. അതിലെന്താ തെറ്റ്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞാൽ തീർന്നില്ലേ? എന്നാ എന്തിനാ നീ നിന്റെ ചേട്ടൻ ശ്രീകാന്തിന്റെ ഓഫീസിലേക്ക് പോയെന്ന് പറ. നീ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ ഞാൻ പുറത്തുണ്ടായിരുന്നു. എന്നാ പിന്നെ അങ്ങ് കയറി വരായിരുന്നില്ലേ? എന്താ സംസാരിക്കുന്നതെന്ന് നേരിട്ട് കേൾക്കായിരുന്നല്ലോ. ഞാൻ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു എന്നതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിലിടപെടാൻ ഞാൻ ആരെ അനുവദിച്ചിട്ടില്ല. ഒന്ന് നിൽക്കണം. അച്ഛന്റെ തിരോധാനത്തിന് പിന്നിൽ ശ്രീനി സാറാണോ എന്ന് നീ ചോദിച്ചില്ലേ? അതുപോലെ അതിൽ നിന്റെ ചേട്ടൻ എന്തെങ്കിലും പങ്കുണ്ടോ? ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് നീ ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോ ഒരു തോന്നൽ. അത്രയ്ക്കുള്ള ധൈര്യമൊന്നും അവനുണ്ടാവില്ല. ഇനി അഥവാ ആണെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ പിന്നെ അവൻ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ഞാനായിരിക്കും തീരുമാനിക്കുക. നീ എന്താ മിണ്ടാ നിൽക്കുന്നത്? ഞാൻ എന്ത് പറയണം? ആണെന്ന് പറയണം. എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത്? ആണെന്ന് പറയാൻ നിനക്കാവില്ലായിരിക്കും, പക്ഷേ അല്ല എന്ന് പറയാനാവില്ലേ? വിക്രം ആവശ്യമില്ലാതെ പടച്ചിട്ട് ഞാൻ ശ്രീയുടെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് എന്റേതായ ആവശ്യമുണ്ട്. അതിപ്പോ പറയാൻ നിർവാഹമില്ല. എന്നെങ്കിലും നിങ്ങൾ അറിയാതിരിക്കില്ല. ഇത്ര മാത്രം ചോദിച്ചറിഞ്ഞാൽ മതി. കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പറയാനൊന്നുമില്ല. വിക്രം, ഞാൻ നാളെ സപ്ലൈക്കുള്ളത് പാക്ക് ചെയ്യായിരുന്നു. കുറച്ചൊക്കെ കേട്ടു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്രീചേർത്തി. നീ സമാധാനായിട്ടിരിക്കും, ഞാൻ സംസാരിച്ചോളാം. വേദയുടെ ഉള്ളില് ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ? 2-3 ദിവസമായി വേദയുടെ സ്വഭാവവും രീതികളും ഒക്കെ ഇതുവരെ കണ്ടതുപോലെ അല്ല. എന്തോ മനസ്സിൽ സൂക്ഷിച്ച് പെരുമാറുന്ന പോലെ കാണുമ്പോ തോന്നുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ പെരുമാറുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. മനുഷ്യർക്ക് എപ്പോഴും ഒരേപോലെ പെരുമാറാൻ കഴിയില്ലല്ലോ ശ്രീചേർത്തി. അത് ശരിയാ, പക്ഷേ ഇങ്ങനെ സ്വിച്ചിട്ട് മാറുന്ന സ്വഭാവം വേദിക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. വേദിക്കൊന്നും പറയാതിരിക്കാം. ഞങ്ങളോട് മിണ്ടില്ല എന്നുള്ളത് ഒരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ മാത്രം. അതില്ലെങ്കിൽ വേദ മറുപടി പറഞ്ഞേ പറ്റൂ. ഈ വീട്ടില് വേദ ആദ്യമായിട്ട് എടുത്തത് ഞാനുമായിട്ടാ. വിക്രമിന്റെ കഴിഞ്ഞ കാലത്തെ പറ്റി ഏറ്റവും കൂടുതൽ വേദ ചോദിച്ചത് എന്നോടാ. വേദയും വിക്രമും ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് ഞാനാ. ആ സ്വാതന്ത്ര്യത്തിൽ ചോദിക്കോ. നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മനുഷ്യനെ സ്വസ്ഥമായിട്ടിരിക്കാൻ നിങ്ങളൊന്ന് സമ്മതിക്കില്ലെന്നാണോ? ഇപ്പോ വേദ പറയുന്ന മറുപടി ഉണ്ടല്ലോ, അതുപോലും എന്റെ ചോദ്യത്തിന് ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രമോ? തന്ത്രമോ കുതന്ത്രോ എന്ത് തന്നെ ആയാലും മനുഷ്യനെ സ്വസ്ഥമായിട്ടൊന്ന് വിടാനുള്ള ഒരു മനസ്സ് കാണിക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും എപ്പോഴും ഉത്തരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ചോദ്യങ്ങളല്ല വേദ, സംശയങ്ങളാ. പെട്ടെന്നൊരാള് ഈ രീതിയിൽ മാറുന്നത് കാണുമ്പോഴുള്ള ടെൻഷനാ. ഈ വീട് എങ്ങനെയാവണമെന്ന് വേദയ്ക്ക് ചില തീരുമാനങ്ങളുണ്ടായിരുന്നു. അതനുസരിച്ചാ വേദ ഇത്രയും കാലം പെരുമാറിയത്. 2 ലോകത്ത് കഴിഞ്ഞിരുന്ന അച്ഛനെ മകനെ അടുപ്പിച്ചത് വേദയാ. ഒരു ജോലിക്ക് പോകാതിരുന്ന വിശ്വട്ടൻ ഈ നിലയിലേക്ക് മാറാൻ കാരണം വേദയാ. എന്തിന്? ഈ വീട്ടിലെ അടുക്കളയല്ലാതെ
മറ്റൊരു ജീവിതം ഉണ്ടെന്നൊരു തോന്നൽ പോലും ഇല്ലായിരുന്നു എനിക്ക്. മറ്റൊരു ജീവിതം ഉണ്ടെന്നൊരു തോന്നലുണ്ടാക്കി തന്നതും വേദയ. ആ വേദ ഇങ്ങനെ പെരുമാറുമ്പോ സ്വാഭാവികമായിട്ട് ചോദിച്ചു പോവില്ലേ? എന്റെ സ്ഥാനത്ത് വേദയായിരുന്നെങ്കിലും ചോദിക്കുമായിരുന്നില്ലേ? അന്വേഷിക്കുമായിരുന്നില്ലേ? ഒരിക്കല് വേദ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നം പരിഹരിക്കുന്നത് ഒറ്റയ്ക്കല്ലാതെ അടുപ്പമുള്ളവരുമായി പങ്കുവച്ചിട്ട് കൂടിയാന്ന്. ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയായിട്ടല്ല, അനിയത്തിയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ചോദിക്കുവാ, നിന്റെ മനസ്സിൽ എന്താ മോളെ? താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ആണെങ്കില് അത് എന്നോട് കൂടി പങ്കുവെച്ചൂടെ? എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് വിഷമിക്കുന്നത്? എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ മാത്രം ഒന്നുമില്ല. നിങ്ങളെ ആരെയും കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിക്കുന്നുമില്ല. എന്നെങ്കിലും ഒരിക്കൽ നേരെയാകുമെന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഈ പോക്ക് എനിക്ക് മതിയായി. അത്രമാത്രം എനിക്കിപ്പോ പറയാനുള്ളൂ. ഇനി എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കൊന്നും പറയാനുമില്ല. എന്നാലും വേദ ഒന്ന് ഒറ്റയ്ക്ക് വിടാമോ? അതോ ഞാൻ ഇവിടെ എഴുന്നേറ്റ് പോണോ? എന്ത് പറ്റി? ഓടിച്ചു വിട്ടോ മുറിയുന്നു. അവസാനം അവള് പറഞ്ഞത് ഞാനും കേട്ടു. അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ ശ്രീചേച്ചി. നിങ്ങൾ എന്തിനാ അവൾക്ക് ഇങ്ങനെ കൂട്ടിരിക്കാൻ പോകുന്നത്? ശ്രീചേച്ചി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടാൻ നിൽക്കുന്നേ? അതിന് മാത്രം അവൾ ആരാ? അല്ലെങ്കിൽ ശ്രീചേച്ചി കാണുന്ന പോലൊന്നും അല്ല അവള് നമ്മളെല്ലാരും കാണുന്നത്. ഞാനത് അന്നേ മനസ്സിലാക്കിയതാ. നിങ്ങൾ അമ്മയും ശ്രീചേച്ചിയും കൂടെ അവളെ എടുത്ത് തലയെ വെച്ചത്. കാര്യമൊക്കെ ശരിയാ, അവള് കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെയൊക്കെ പിറകില് അവൾക്ക് അവളുടേതായ താല്പര്യങ്ങളും ഉണ്ട്. ഏറ്റില്ലെന്ന് തോന്നുന്നു. ശ്രീചേച്ചി, ശ്രീചേച്ചി ഒന്ന് നിന്നേ. ശ്രീചേച്ചി, ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല. അതെനിക്ക് മനസ്സിലായി. നന്ദിനി പിന്നെ എല്ലാവരോടും നന്നായിട്ടല്ലേ പെരുമാറും. ആ കുട്ടിയുടെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട്. അതെന്താണെന്ന് അവൾ ആരോടും പറയുന്നുമില്ല. അത് മനസ്സിലാക്കിയിട്ടാ ഞാൻ അവളോട് സംസാരിക്കാൻ പോയത്. അല്ലാതെ നന്ദിനി ചെയ്യുമ്പോൾ നനഞ്ഞാണ് കുഴിക്കാൻ പോയതല്ല. അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഒരാൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോഴല്ല നന്ദിനി അറ്റാക്ക് ചെയ്യാൻ പോകണ്ടേ. ഞാൻ ആരെ അറ്റാക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ ശ്രീചേച്ചി ചെയ്യും പോലെ സമാധാനിപ്പിക്കാൻ പോയിട്ട് നാണം കെട്ട് വരെ എന്നെ കിട്ടത്തൂല്ല. ദാ വരുന്ന അടുത്ത ആള് ഇനി ഉപവാസം എന്ന പേരിൽ അമ്പലത്തിൽ പോയി പട്ടിണി ഇരുന്നിട്ട് അമ്മ എന്നാണോ അവന് കുഴഞ്ഞു വീഴാൻ പോകുന്നത്? നന്ദിനി, അയ്യോ, കുഴഞ്ഞു വീഴുമെന്നല്ല, ഇങ്ങനെ പോയാൽ അതും സംഭവിച്ചാലോ എന്നൊരു മുന്നറിയിപ്പ് തന്നതാ. ഇനി അത് സംഭവിക്കുമ്പോ എന്നെ കരുനാക്കൊണ്ടെന്ന് പറഞ്ഞ എന്റെ മെക്കിട്ട് കയറാൻ വന്നേക്കല്ലേ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ നന്ദിനി പറഞ്ഞിട്ട് പോയെ? എന്തോ കൊസ്രക്കൊള്ളി പറഞ്ഞ ലക്ഷണമുണ്ടല്ലോ. നിന്റെ മുഖം എന്താ മോളെ വല്ലാതിരിക്കുന്നേ? നമ്മുടെ വേദിക്ക് എന്തോ പറ്റിയിട്ടുണ്ടമ്മേ. അവക്കെന്ത് പറ്റാൻ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയുന്നുമില്ല. 2 ദിവസമായിട്ട് ആ കുട്ടി സാധാരണ പോലെ അല്ല. വിക്രമും അത് തന്നെ പറയുന്നത്. അയ്യോ എന്താടാ? ഒന്നുമില്ലെന്നേ, അച്ഛനൊന്നും പറ്റിയിട്ടില്ല. ഇനി നടക്കാൻ പോകുന്നത് എന്റെ ഗെയിമാ, കടശി കളി. നീ പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തു, ഇനി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീ ചെയ്യണം.